ഹലോ ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. വെൽക്കം ടു ജനാനിയ ക്രിയേഷൻസ്. അപ്പോൾ ഇന്ന് നമുക്ക് വെളുത്ത ഉണ്ണിയപ്പം ഉണ്ടാക്കിയാലോ. ചിലയിടത്ത് ഇതിനെ കാരയപ്പം എന്ന് പേര് വരും. നല്ല സോഫ്റ്റായ നമ്മുടെ സാധാ ഉണ്ണിയപ്പം പോലെ തന്നെ ടേസ്റ്റി ആയിട്ടിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനായി ഞാനൊരു 4 ടേബിൾ സ്പൂൺ തേങ്ങാ വെള്ളത്തിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഞാനത് 1 മണിക്കൂർ നേരം അത് മൂടി വെച്ചായിരുന്നു. ഞാനിവിടെ ഒരു 250 ഗ്രാം പച്ചരിയാണ് എടുത്തേക്കുന്നത്. നല്ലോണം വൃത്തിയായി കഴുകി കുതിർത്തിയത്. ഇത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇടാം. ഇനി ആവശ്യത്തിന് തേങ്ങ ചിരകിയതിടാം. ഞാനിവിടെ 6 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചോറ് ചേർക്കാം. ഞാൻ 2 ടേബിൾ സ്പൂൺ ചോറാണ് ഇതിനകത്തേക്ക് ചേർത്തേക്കുന്നത്. ഇതിനൊക്കെ വെള്ളം ഒഴിക്കാം, അരച്ചെടുക്കാം. പകുതി അരച്ച് കഴിയുമ്പോൾ 1 ഗ്ലാസ് പഞ്ചസാരയാണ് ഞാൻ അതിലേക്ക് ചേർത്തേക്കുന്നത്. ഇത് നമ്മുടെ ഈസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അതെടുത്ത് ചേർത്ത് ഒന്നും കൂടി ഒന്ന് അരച്ചെടുക്കാം. അരച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഒരു 4 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ചേർക്കാം. നല്ലോണം കട്ട പിടിക്കാതെ ഇളക്കി കൊടുക്കണം. പതുക്കെ അത് ഇളക്കിയെടുക്കാം. എളുപ്പത്തിന് വേണ്ടി ഒരു മിക്സിയുടെ ജാറിലിട്ട് വേഗം ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഈ മാവ് ഈ ടെക്സ്ചറിലായിട്ടുണ്ട്. ഇതാണ് കറക്റ്റ് പാകം. ഇനി അത് അടച്ച് മൂടി ഒരു 3 മണിക്കൂർ വെക്കാം. ഇത് റെഡിയായി വന്നിട്ടുണ്ട്. ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് ഏലക്കപ്പൊടി ചേർത്തിട്ടുണ്ട്. നമുക്ക് ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണയിലാണിത് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. ഇനി നമുക്ക് ഈ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ഒരു സ്പൂൺ അളവിൽ ഒഴിച്ച് കൊടുക്കാം. ഇത്തിരിയും കൂടി വലിപ്പം വേണമെങ്കിൽ കുറച്ചും കൂടി മാവ് കൂട്ടി ഒഴിക്കാം. 1/4 അളവിൽ വേണം ഇത് ഒഴിക്കാനായിട്ട് എണ്ണ. ഒരുപാട് എണ്ണ ഒഴിക്കരുത്. ആ കുഴിയിൽ 1/4 ഭാഗത്തോളം എണ്ണയാണ് ഒഴിക്കാവുന്നുള്ളൂ. അടിഭാഗം ഒരു ബ്രൗൺ കളറായി കഴിയുമ്പോൾ മറിച്ചിടാം. പിന്നെ ഒരു 3 സെക്കൻഡ് വെക്കാൻ പാടുള്ളൂ. അത് നമുക്ക് കോരിയെടുക്കാം. ഇതിപ്പോൾ ഇതേപോലെ ആയി കിട്ടിയിട്ടുണ്ട്. നമുക്കെല്ലാം ഇതേപോലെ കോരിയെടുക്കാം. ഈ ഉണ്ണിയപ്പ ചട്ടി ഇൻഡാലിയത്തിൻ്റെ ചട്ടിയാണ്. അതുകൊണ്ട് നല്ലോണം മൊരിഞ്ഞത് കിട്ടിയിട്ടുണ്ട്. നോൺ സ്റ്റിക്കിൻ്റെ അത്ര നല്ല ഇതാവില്ല. ഇത് നല്ല സോഫ്റ്റും നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റിയാണ്. ഞാനിപ്പോൾ തേങ്ങാവെള്ളത്തിൽ ഈസ്റ്റ് ചേർത്തത് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടാനാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിലപ്പോൾ ഉണ്ടെങ്കിൽ അത് അങ്ങനെ ചേർക്കാം. അല്ലെങ്കിൽ ചെറിയ ചൂടുവെള്ളത്തിൽ ഈസ്റ്റ് ചേർത്താൽ മതിയാകും. ഇതേപോലെ എല്ലാം നമുക്ക് ചെയ്തെടുക്കാം. പിന്നെ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ കയ്യിൽ ഈസ്റ്റ് ഇല്ലെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ സോഡാപ്പൊടി ചേർത്താൽ മതിയാകും. അത് ചേർത്തിട്ട് ഒരു 3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഇതേ രീതിയിൽ തന്നെ നമുക്ക് കിട്ടും. ഇനി ഈ സോഡാപ്പൊടി ചേർത്താൽ തന്നെ നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കണം എല്ലാ ഭാഗവും. അല്ലെങ്കിൽ ചില സ്ഥലത്ത് കളറും വ്യത്യാസം വന്നിരിക്കും. അപ്പോൾ ഇതെല്ലാം റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഇതെനിക്ക് 250 ഗ്രാം പച്ചരിയിൽ നിന്ന് എനിക്കൊരു 54 ഉണ്ണിയപ്പം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.